ഹായ് ഫ്രണ്ട്സ്, എസ്മിരയുടെ പുതിയ ലേറ്റസ്റ്റ് ഇൻഫോർമേറ്റീവ് എഡ്യൂക്കേഷണൽ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. സോ നമ്മുടെ ഒരു പഠനകാലം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മളൊക്കെ തന്നെ ഇപ്പം LKG മുതൽ പറയുകയാണെന്നുണ്ടെങ്കിൽ LKG, UKG, ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ആയിക്കോട്ടെ, സെക്കൻഡ് സ്റ്റാൻഡേർഡ് ആയിക്കോട്ടെ, 10th ആയിക്കോട്ടെ, +2 ലെവൽ ആയിക്കോട്ടെ, ഇനി ഗ്രാജുവേഷൻ ഡിഗ്രി ആയിക്കോട്ടെ, ഓർ എന്താ പറയുക PG ആയിക്കോട്ടെ, എൻജിനീയറിംഗ് ആയിക്കോട്ടെ, ഏതൊരു ഡിവിഷൻ ആയാലും ഏതൊരു കോഴ്സ് ആയാൽ പോലും നമ്മളെല്ലാവരും ഈക്വലി അറ്റൻഡ് ചെയ്തു വരുന്നൊരു കാര്യമാണ് പരീക്ഷ, എക്സാംസ് എന്ന് പറയുന്നത്, അല്ലേ? LKG മുതൽ അല്ലെങ്കിൽ നമ്മുടെ പഠനകാലം സ്റ്റാർട്ട് ചെയ്യുന്ന ടൈം പീരീഡ് മുതൽ നമ്മൾ അറ്റൻഡ് ചെയ്തു വരുന്ന കാര്യമാണ് പരീക്ഷ, എക്സാംസ്. അപ്പം ഈ ഒരു എക്സാംസിൻ്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പലപ്പോഴും പറയുന്നൊരു കാര്യമാണ്, എക്സാം ടൈമിൽ നമുക്ക് ഇന്നത് എഴുതി തീർക്കാൻ വേണ്ടി സമയം കിട്ടിയില്ല. ഇപ്പം നമ്മുടെ എക്സാംസ് എന്ന് പറയുമ്പം ക്രിസ്മസ് എക്സാംസ്, ഓണം എക്സാംസ്, ആനുവൽ എക്സാംസ്, ഇതൊന്നും പോരാഞ്ഞിട്ട് നമ്മുടെ ടീച്ചേഴ്സിൻ്റെ വക അവർ നടത്തുന്നുണ്ട് സ്റ്റഡി, ഇടയ്ക്ക് വെച്ച് ക്ലാസ് ടെസ്റ്റുകൾ നടത്താറുണ്ട്, അല്ലേ? അപ്പം സർവത്ര എക്സാംസുകൾ നമ്മൾ ഏതൊരു ഡിവിഷനിലായാൽ പോലും, ഇപ്പോൾ LKG മുതൽ ഗ്രാജുവേഷൻ ആയിക്കോട്ടെ, പോസ്റ്റ് ഗ്രാജുവേഷൻ ആയിക്കോട്ടെ, ഏതൊരു കോഴ്സ് നിങ്ങൾ പ്രിഫർ ചെയ്താലും അവിടെയൊക്കെ എക്സാംസ് ഉണ്ടാകും. ഇപ്പോൾ ഒരേപോലെ ഒരു സംഭവം പല സ്റ്റുഡൻസ് ആയാലും പറയുന്ന ഒരു കാര്യമാണ്, പലപ്പോഴും സമയം തികയാറില്ല. ഇപ്പം ഇന്ന ചോദ്യത്തിന് ഉത്തരം എനിക്കറിയാമായിരുന്നു, പക്ഷേ എഴുതി വന്ന സമയത്ത് എനിക്ക് പെട്ടെന്ന് ബെല്ലടിച്ചു എഴുതാൻ സാധിച്ചില്ല, ബാക്കി ആൻസർ എനിക്ക് എഴുതാൻ സാധിച്ചില്ല, കുറച്ചുകൂടി സമയം കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് എഴുതാൻ പറ്റുമായിരുന്നു എന്നൊക്കെ. ഇപ്പം ടൈം മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു വലിയ ഘടകം തന്നെയാണ്. നമ്മൾ എക്സാംസ് അറ്റൻഡ് ചെയ്യുന്നത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പം എങ്ങനെ നമുക്ക് എക്സാംസിൽ ടൈം മാനേജ് ചെയ്യാമെന്നുള്ള കാര്യമാണ് കേട്ടോ. അതിൽ ചെറിയ 2-3 ടിപ്പുകളാണ് പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് പറയുന്നത്. ഓക്കെ, ഇപ്പം നമ്മൾ ഇപ്പം ഡിഗ്രി ലെവൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, ഡിഗ്രി ഒക്കെ പ്ലസ് 10th +2 ഒക്കെ ആണെന്നുണ്ടെങ്കിലും നമുക്ക് ഫസ്റ്റ് പേജ് എക്സാം, നമ്മുടെ ആൻസർ ഷീറ്റ് നമ്മുടെ കയ്യിൽ കിട്ടുമ്പം നമ്മുടെ ഫസ്റ്റ് പേജ് എന്ന് പറയുന്നത് നമ്മുടെ രജിസ്റ്റർ നമ്പറും പേരും കോഴ്സിൻ്റെ കോഡും ഡീറ്റെയിൽസും ഒക്കെ എഴുതാനുള്ള പേജാണ് വരുന്നത്, അല്ലേ? ഫസ്റ്റ് പേജ് എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത്, ഇപ്പം എക്സാം അറ്റൻഡ് ചെയ്യുമ്പം എക്സാം ഹാളിൽ കയറുന്നതിന് ശേഷം നിങ്ങൾക്ക് ഫസ്റ്റ് നമ്മുടെ അധ്യാപകർ തരുന്നത് നമ്മുടെ ആൻസർ ഷീറ്റാണ് നമ്മുടെ കയ്യിൽ തരാം. ആ ഒരു ആൻസർ ഷീറ്റ് കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു സ്പോട്ടിൽ തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ആ ഒരു ഫസ്റ്റ് പേജ് കംപ്ലീറ്റ് ആയിട്ട് ഫില്ല് ചെയ്ത് വെക്കുക, രജിസ്റ്റർ നമ്പർ ഉൾപ്പെടെ ഫില്ല് ചെയ്ത് വെക്കുക എന്നുള്ള കാര്യമാണ്. അതിൽ ഒരേ ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ഒരേ ഒരു കാര്യം മാത്രമേ നമുക്ക് എഴുതാൻ പറ്റാത്തായിട്ടുള്ളൂ. അതായത് കോഴ്സ് കോഡാണ്. അത് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മുടെ കയ്യിൽ കിട്ടുമ്പോഴാണ് നമുക്ക് കോഴ്സ് കോഡും കാര്യങ്ങളും ഡീറ്റെയിൽ എഴുതാൻ പറ്റുക. ഒരു ഹോൾ ടിക്കറ്റിൽ അത് ഉണ്ടാവും, അതനുസരിച്ച് കൃത്യമായിട്ട് നിങ്ങൾ എഴുതി വെക്കുക എന്നുള്ളതാണ്. അപ്പം നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത്, ആ ഒരു പലരും ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ബെല്ല്, അത് ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ കയ്യിൽ കിട്ടുന്നതിന് ശേഷമായിരിക്കും ഈ ആൻസർ ഷീറ്റിൻ്റെ ഫസ്റ്റ് ഭാഗം ഫില്ല് ചെയ്യാൻ, അല്ലെങ്കിൽ ആ ഫസ്റ്റ് രജിസ്റ്റർ നമ്പറും കാര്യങ്ങളൊക്കെ തന്നെ ഫില്ല് ചെയ്യാൻ വേണ്ടി ഇരിക്കുന്നത്. അപ്പോൾ ആ ഒരു ടൈം നമുക്കവിടെ വെറുതെ വേസ്റ്റ് ആക്കുകയാണ്. സോ നിങ്ങളുടെ കയ്യിൽ ആൻസർ ഷീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ആ സ്പോട്ടിൽ തന്നെ നിങ്ങൾ ആ ഒരു ഫസ്റ്റ് പേജ് കംപ്ലീറ്റ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. ദെൻ ഈ പറഞ്ഞതുപോലെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോൾ, ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലേക്കൊക്കെ പോകുന്നതിന് മുമ്പായിട്ട്, അല്ലെങ്കിൽ എക്സാം ഹാളിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എക്സാം പാറ്റേൺ മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ്. ഇപ്പം ഫസ്റ്റ് സെമസ്റ്റർ എക്സാം, അപ്പം ഈ ഒരു വീഡിയോ ഫസ്റ്റ് സെമസ്റ്റർ സ്റ്റുഡൻസ് കാണുന്നുണ്ട്, നിലവിൽ ഫസ്റ്റ് സെമസ്റ്റർ എക്സാം ആദ്യമായിട്ട് എഴുതാൻ പോകുന്ന സ്റ്റുഡൻസ് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എക്സാം പാറ്റേൺ മനസ്സിലാക്കി വെക്കുക. എങ്ങനെയാണ് എക്സാമിൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക? ഇപ്പം ആദ്യത്തെ 10 ചോദ്യം, അല്ലെങ്കിൽ പാർട്ട് A എന്ന് പറയുന്നത് 1 മാർക്കിൻ്റെ ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവുക. അടുത്ത സെക്ഷൻ പാർട്ട് Bയിലേക്ക് വരുമ്പം 2 മാർക്കിൻ്റെ അല്ലെങ്കിൽ 4 മാർക്കിൻ്റെ ചോദ്യങ്ങളായിരിക്കും ഉണ്ടാകും. പിന്നീട് അടുത്ത സെക്ഷൻ പറയുന്നത് 8 ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ ആൻസർ ചെയ്യേണ്ടത്. അത് 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പം പിന്നെ നമ്മുടെ ലാസ്റ്റ് സെഷൻ എന്ന് പറയുമ്പോൾ 15 മാർക്കിൻ്റെ 2 ചോദ്യങ്ങളായിരിക്കും നമ്മൾ ആൻസർ ചെയ്യേണ്ടതായിട്ട് വരാം. അപ്പം നിങ്ങൾ ക്വസ്റ്റ്യൻ പാറ്റേൺ എന്താണ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കാം. സോ ആ ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കളക്ട് ചെയ്യുക. നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അവൈലബിൾ ആണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കോളേജിൽ ലൈബ്രറികളിൽ അവൈലബിൾ ആണ്, അല്ലെങ്കിൽ നിങ്ങളുടെ സീനിയേഴ്സിനോട് ചോദിച്ചാൽ അവരുടെ കയ്യിൽ ആ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് കളക്ട് ചെയ്തിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഈ ഒരു എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായി തന്നെ
നിങ്ങൾ നിങ്ങൾ പഠനം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഈ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾ കളക്ട് ചെയ്തിട്ട് അത് നിങ്ങൾ ആൻസർ ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾ എങ്ങനെയാണോ എക്സാം ഹാളിൽ അറ്റൻഡ് ചെയ്യുക അതേപോലെ തന്നെ നിങ്ങളുടെ ഒരു പേപ്പർ എടുത്ത് ഒരു A4 ഷീറ്റ് പേപ്പർ എടുത്തിട്ട് നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്യുന്ന അതേ രീതിയിൽ തന്നെ എഴുതി നോക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ആ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് ആ പാറ്റേൺ മനസ്സിലാക്കി എടുക്കുക എന്നുള്ളതാണ്. സോ നിങ്ങൾ പാറ്റേൺ മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് എക്സാം ഹാളിൽ ടൈം മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി മറ്റൊന്നെന്ന് വെച്ചാൽ പല വിദ്യാർത്ഥികളും ഇപ്പം ഞാൻ ഫസ്റ്റ് സെമസ്റ്ററൊക്കെ പഠിക്കുന്ന സമയത്ത് ഫസ്റ്റ് എക്സാമിന് കയറുമ്പം 4 മാർക്കിന് എഴുതേണ്ട ആൻസർ ആണെന്നുണ്ടെങ്കിൽ 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണത്, 4 മാർക്കിനുള്ള ഉത്തരം എഴുതിയാൽ മതിയെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 1.5 പേജൊക്കെ എഴുതി വെച്ചിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ പിന്നീടാണ് നമ്മൾ എന്താ പറയുക കൃത്യമായിട്ട് എങ്ങനെ ആൻസർ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയെടുക്കുന്നത്. ഇപ്പം പല വിദ്യാർത്ഥികളും ചെയ്യുന്നൊരു കാര്യം, ഫസ്റ്റ് 10 ചോദ്യങ്ങൾ 1 മാർക്കിനുള്ള ചോദ്യമാണെന്നുണ്ടെങ്കിൽ ആ 1 മാർക്കിന് ചോദിക്കുന്ന ഇപ്പോൾ വാട്ട് ഈസ് എന്താ പറയുക സ്റ്റാറ്റിക്സ് എന്നൊക്കെയായിരിക്കും ചോദ്യങ്ങളുണ്ടാവുക. അപ്പോൾ അതിന് ആ ഒരു സ്റ്റാറ്റിക്കോട് റിലേറ്റ് ചെയ്ത് ആ കുട്ടിക്ക് അറിയാവുന്ന മുഴുവൻ ആൻസർ ആ 1 മാർക്കിൻ്റെ ചോദ്യത്തിന് എഴുതി വെക്കും. അതായത് ആ ഒരു പേജ് നിറച്ച് വേണം എഴുതി വെക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകാണ്ടിരിക്കും. 1 മാർക്കിനുള്ള ചോദ്യമാണ് അതെന്നുണ്ടെങ്കിൽ ആ 1 മാർക്കിനുള്ള ഉത്തരം നിങ്ങൾ എഴുതി വെച്ചാൽ മതി. 4 മാർക്കിൻ്റെ ചോദ്യമാണ് അവിടെ ചോദിക്കുന്നുണ്ടെങ്കിൽ 4 മാർക്കിനുള്ള ഉത്തരം മാത്രം നിങ്ങൾ എഴുതുക. അല്ലാതെ നിങ്ങൾക്ക് അറിയാവുന്ന എല്ലാ കാര്യങ്ങളും ചിലർ വിചാരിക്കും ഓക്കെ ഇതിന് മാർക്കിട്ട് തന്നാലോ എന്നുള്ളത്. 4 മാർക്കിൻ്റെ ഇതിൽ 4 മാർക്ക് അവർ ഇട്ട് തരും, 4 കൂടുതൽ മാർക്ക് അവർ ഒരിക്കലും ഇട്ട് തരാൻ പോകുന്നില്ല. അപ്പം ആ ചോദിക്കുന്ന മാർക്ക് എത്രയാണോ ആ മാർക്കിനുള്ള ഉത്തരവാണ് നിങ്ങളവിടെ എഴുതി വെക്കുന്നത്. വെറുതെ വലിച്ചു വാരി നിങ്ങൾ എഴുതുമ്പം അവിടെ നിങ്ങളുടെ മറ്റ് ചോദ്യങ്ങൾക്ക് ആൻസർ ചെയ്യേണ്ട സമയമാണ് അവിടെ ലോസ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഇനി മറ്റൊരു പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ടൈം കാൽക്കുലേഷൻ, ഇപ്പോൾ 3 മണിക്കൂറത്തെ എക്സാം ആയിരിക്കും. ആ ഒരു 3 മണിക്കൂർ എക്സാം ആണെന്നുണ്ടെങ്കിൽ നമ്മളൊരു 2 മണിക്കൂർ 50 മിനിറ്റ് ആ ഒരു ടൈം പീരീഡിനുള്ളിൽ എക്സാം കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ബാക്കി ടൈം നമുക്ക് കൃത്യമായിട്ടുള്ള ആൻസേഴ്സ് എഴുതിയിട്ടുണ്ടെന്നുള്ള ചെക്ക് ചെയ്യാനും നമ്പേഴ്സൊക്കെ കറക്റ്റാണ് ഇട്ടേക്കുന്നത് ഇതൊക്കെ ചെക്ക് ചെയ്യാനുള്ള ടൈമിന് വേണ്ടി മാത്രം സ്പെൻഡ് ചെയ്യുക. അതായത് നിങ്ങൾക്കൊരു ടൈം കാൽക്കുലേഷൻ ഉണ്ടാണ്. അപ്പോൾ 3 മണിക്കൂറത്തെ എക്സാം ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ഫസ്റ്റ് പാർട്ട് എയും പാർട്ട് ബിയും, അതായത് 1 മാർക്കിൻ്റെയും 2 മാർക്കിൻ്റെയും ചോദ്യങ്ങൾ അത് ഞാൻ ഇത്ര മണിക്കൂറിനുള്ളിൽ, ഇപ്പം എക്സാം ഹാളിൽ കയറി നമ്മുടെ കയ്യിൽ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടി, ഇത്ര മണിക്കൂറിനുള്ളിൽ ഞാൻ ആ ഒരു ഭാഗം കംപ്ലീറ്റ് ചെയ്യും. ഇത്ര മാർക്കിന്, ഇപ്പം 80 മാർക്കിൻ്റെ ചോദ്യമാണെന്നുണ്ടെങ്കിൽ 40 മാർക്കിനുള്ളത് ആദ്യത്തെ 1 മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂറിനുള്ളിൽ ഞാൻ തീർച്ചയായിട്ടും കംപ്ലീറ്റ് ചെയ്യുമെന്നുള്ള ആ ഒരു കാൽക്കുലേഷൻ നിങ്ങൾക്കുണ്ടാകും. ആ ഒരു കാൽക്കുലേഷൻ ഇല്ലായ്മയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കൃത്യമായി നിങ്ങൾ ടൈം ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ സംഭവിക്കുന്ന കാര്യമാണ് ഞാൻ ആദ്യം പറഞ്ഞത്. എനിക്ക് ഇന്ന ചോദ്യത്തിന് ഉത്തരം അറിയാമായിരുന്നു, പക്ഷേ ടൈം ഉണ്ടായിരുന്നില്ല, ബെല്ലടിച്ചു, സാറ് പേപ്പർ വാങ്ങിച്ചിട്ട് പോയി, എനിക്ക് ബാക്കി എഴുതാൻ പറ്റിയില്ല, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരും. അപ്പോൾ നിങ്ങൾ 3 മണിക്കൂറുള്ള എക്സാം ആണെന്നുണ്ടെങ്കിൽ ഒരു 2:50 ആവുന്ന സമയത്ത് തന്നെ നിങ്ങൾ ആ ഒരു 2 hour 15 minutes ആവുന്ന ടൈമിൽ തന്നെ ഫുൾ കംപ്ലീറ്റ് ആക്കാൻ പറ്റുന്ന രീതിയിലുള്ള ടൈം കാൽക്കുലേഷൻ വെക്കുക. പാർട്ട് എയും പാർട്ട് ബിയും ഞാൻ ഇത്ര മണിക്കൂറിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യും, ബാക്കി ഞാൻ ഇത്ര മണിക്കൂറിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യുമെന്ന ആ ഒരു കാൽക്കുലേഷൻ നിങ്ങൾക്കുണ്ടാകും. ഇനി ഇതിലെല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് അത് വായിച്ച് നോക്കുക, ഫുള്ളായിട്ട് വായിച്ച് നോക്കുക. 1 മാർക്കിൻ്റെ ആയിക്കോട്ടെ, 2 മാർക്കിൻ്റെ ആയിക്കോട്ടെ, 15 മാർക്കിൻ്റെ ആയിക്കോട്ടെ, നിങ്ങൾ ഫുള്ളായിട്ടും ആ ക്വസ്റ്റ്യൻസ് വായിച്ച് നോക്കുക. വായിച്ച് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഇപ്പം ഞാനൊക്കെ ചെയ്തുകൊണ്ടിരുന്നതെന്ന് വെച്ചാൽ ഇപ്പം പേനയ്ക്കൊപ്പം തന്നെ ഒരു പെൻസിലും റബ്ബറും കയ്യിലുണ്ടാവും. ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ഒരിക്കലും തന്നെ വരയും കുറിയൊന്നും പാടില്ല, അല്ലെങ്കിൽ അതിനകത്ത് വെറുതെ എഴുതി എടുക്കാനും പാടില്ല. കാരണം ചെക്കിങ്ങിന് ആൾ വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അപ്പം തന്നെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ അവരത് ചെക്ക് ചെയ്തിട്ട് അവരുടെ വായിക്കുന്നത് നമ്മൾ കേൾക്കേണ്ടി വരും. അപ്പം ഒരിക്കലും നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് വരയും കുറിയൊന്നും പാടില്ല. പക്ഷേ നമ്മളൊക്കെ ചെയ്യുന്നതെന്ന് വെച്ചാൽ പെൻസിലും കൂടെ കയ്യിൽ വെച്ചിട്ട് അത് വായിക്കുന്നതിനൊപ്പം തന്നെ നമുക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, നമ്മൾ 100% ഷുവറായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന നമുക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് അതിൽ ചെറിയൊരു ഡോട്ട് വെക്കും. ആ ഒരു നമ്പറിൻ്റെ അടുത്ത് ചെറിയൊരു ഡോട്ട് വെക്കും വായിക്കുന്നതിനെ കുറിച്ചൊക്കെ. ഇതെനിക്ക് അറിയാവുന്ന ക്വസ്റ്റ്യനാണ്, എനിക്ക് എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യനാണെന്നുള്ള രീതിയിൽ അത്
ഡോട്ട് ചെയ്ത് വെക്കും. അപ്പം ആൻസർ ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് ആ ഡോട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, അത് നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് ആൻസർ ചെയ്തത് 100% ഷുവറായിട്ടും നമുക്ക് പൂർണ്ണമായിട്ട് അറിയാവുന്ന ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് നമ്മൾ ആദ്യം എഴുതിപ്പോൾ. ഞാൻ മെയിനായിട്ട് നോക്കിക്കൊണ്ടിരുന്നത് ആദ്യം എഴുതുന്ന 50 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് കേട്ടോ. 50 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസിൽ അറിയാവുന്ന ഏതാണോ അതായിരിക്കും ഫസ്റ്റ് പേജിൽ നമ്മൾ എഴുതി വെക്കുക. അതിന് ശേഷമായിരിക്കും ബാക്കി ക്വസ്റ്റ്യൻസ് ചെയ്യുക. അതൊക്കെ നിങ്ങളുടെ പ്രിഫറൻസ് അനുസരിച്ചാണ് കേട്ടോ. അപ്പം നമ്മൾ ചെയ്യേണ്ടത് കൃത്യമായിട്ട് നമുക്കറിയാവുന്ന ക്വസ്റ്റ്യൻസ് ഏതാണോ അതിന് നമ്മൾ കൃത്യമായിട്ട് 100% ഷുവറായിട്ട് ഉത്തരം അറിയാമെന്നുള്ളതാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ആദ്യം എഴുതി പോകുക എന്നുള്ളതാണ്. അതിന് ശേഷം അറിയാത്ത ചോദ്യങ്ങൾക്ക് ആലോചിച്ച് ഓർത്തെടുത്ത് എഴുതാൻ പറ്റുന്നതാണെന്നുണ്ടെങ്കിൽ പിന്നീട് മാത്രം ആലോചിച്ചിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. കാരണം നിങ്ങൾ ആദ്യം മുതലേ അല്ലെങ്കിൽ ആ ഒരു ഓർഡറിൽ പോയിട്ട് അയ്യോ ഈ ക്വസ്റ്റ്യൻ എനിക്ക് അറിയാമായിരുന്നല്ലോ എന്നിങ്ങനെ ചിന്തിച്ച് അവിടെ ഇരിക്കുന്ന സമയത്ത് ആ ഒരു ബാക്കി ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനുള്ള ടൈം നിങ്ങൾക്ക് അവിടെ വേസ്റ്റ് ആവും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് അറിയാവുന്ന ചോദ്യങ്ങളുടെ ഉത്തരം ആദ്യം എഴുതി പോവുക. അതിനുശേഷം ബാക്കിയുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ നിങ്ങൾ എഴുതാനായിട്ട് ശ്രമിക്കുക. സോ ഇത്രയുമാണ് മെയിനായിട്ട് നമ്മുടെ എക്സാം ഹാളിൽ ടൈം മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന കാര്യത്തിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞത്. അപ്പോൾ തീർച്ചയായിട്ടും ഓരോരോ എക്സാംസ് അടുത്ത് വരെയാണ്. നിലവിൽ ഫസ്റ്റ് സെമിസ്റ്ററിൻ്റെ എക്സാംസ് 17th സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അപ്പം അതിനുശേഷം ഓരോരോ എക്സാംസ് അതിന് പുറകെ ഉണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും ടൈം മാനേജ്മെൻറ്റ് അത് പഠിക്കുന്ന സമയത്തായാലും എക്സാം ഹാളിലായാലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു. ഉപകാരപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഒപ്പീനിയൻസ് കമൻറ്റ് ചെയ്യുക. ആൻഡ് ആൾസോ പുതിയ യൂണിവേഴ്സിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള മോട്ടിവേഷണൽ സ്പീച്ച് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. താങ്ക് യു സോ മച്ച്.